ഇന്ത്യൻ താരം അൻവർ അലിക്ക് 4 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തിയ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. ഡൽഹി FC-യിൽ നിന്ന് ലോണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലെത്തിയ അൻവർ അലി അവരുമായുള്ള 4 വർഷത്തെ കരാർ ലംഘിച്ച് ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയിരുന്നു. ഇതിനെതിരെ മോഹൻ ബഗാൻ നൽകിയ പരാതിയിലാണ് AIFF പ്ലേയേഴ്സ് സ്റ്റാറ്റസ് കമ്മിറ്റിയുടെ നടപടി. അൻവർ അലിയും മാതൃ ക്ലബ് ഡൽഹി FC-യും നിലവിലെ ക്ലബ് ഈസ്റ്റ് ബംഗാളും ചേർന്ന് 12.9 കോടി രൂപ മോഹൻ ബഗാന് നഷ്ടപരിഹാരം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. പിഴത്തുകയുടെ പകുതി അൻവർ അലിയാണ് നൽകേണ്ടത്. ഡൽഹി FC-ക്കും ഈസ്റ്റ് ബംഗാളിനും അടുത്ത 2 ട്രാൻസ്ഫർ വിൻഡോകളിൽ പുതിയ താരങ്ങളെ എത്തിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ കണ്ട ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകകളിലൊന്നായ 24 കോടി രൂപയ്ക്കാണ് അൻവർ അലി ഈസ്റ്റ് ബംഗാളിലെത്തിയത്. മാസങ്ങളോളം ഈ ട്രാൻസ്ഫർ ഫുട്ബോൾ വൃത്തങ്ങളിൽ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഈസ്റ്റ് ബംഗാളുമായി 5 വർഷത്തെ കരാറിലൂടെ മാതൃ ക്ലബ്ബായ ഡൽഹി FC-ക്ക് 2.5 കോടി രൂപ ലഭിച്ചിരുന്നു. അണ്ടർ 17 മുതൽ ഇന്ത്യൻ ജേഴ്സി അണിയുന്ന 24-കാരൻ പഞ്ചാബിലെ മിനർവ അക്കാദമിയിലാണ് കളി അഭ്യസിച്ചത്. 2022-ൽ ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയ അൻവർ അലി ഇതുവരെ രാജ്യത്തിനായി 22 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.